CPM സ്വതന്ത്ര MLA PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എത്തിയിരുന്നു. അൻവർ വീണ്ടും തനിക്കെതിരെ വ്യക്തിയധിക്ഷേപം നടത്തുകയാണെന്നും നാവിന് എല്ലില്ലാത്ത വ്യക്തിയാണെന്നും ഷിയാസ് തിരിച്ചടിച്ചു. അൻവർ ഉയർത്തിയ ആരോപണം യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണ്. നേരത്തെ ഉയർത്തിയ ആരോപണങ്ങളിൽ നടപടിയില്ലാത്തതും വസ്തുത ഇല്ലാത്തതുകൊണ്ടാകാം വീണ്ടും ആരോപണം ഉയർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PV അൻവർ കുരയ്ക്കുകയുള്ളൂ, കടിക്കില്ല. കോൺഗ്രസ് നേതാക്കളെയും തന്നെയും അൻവർ വിരട്ടാൻ നോക്കണ്ട. അതിന് അൻവർ വളർന്നിട്ടില്ല. പോലീസിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ സർക്കാർ പോലും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാകും ഇപ്പോൾ മറ്റുള്ളവർക്കെതിരെ തിരിഞ്ഞതെന്നും ഷിയാസ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രാഷ്ട്രീയ കേസുകൾ മാത്രമാണുള്ളത്. PV അൻവർ തട്ടിപ്പുകാരനും കൊള്ളക്കാരനുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ സ്വന്തം പാർട്ടിയെങ്കിലും ഗവനിക്കണം. അൻവർ ഒരുപാട് കേസുകളിലെ പ്രതിയാണ്. താൻ കൊട്ടേഷൻ സംഘാംഗം എന്ന ആരോപണം ബാലിശമാണ്. സ്വന്തം പാർട്ടി പോലും ആരോപണങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങണം എന്നിങ്ങനെയുള്ള വിമർശനങ്ങളാണ് മുഹമ്മദ് ഷിയാസ് ഉന്നയിച്ചത്. അൻവറിന്റെ വിരട്ടൽ കോൺഗ്രസിനോട് വേണ്ട, മുഖ്യമന്ത്രിയോട് മതി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണമുണ്ടെങ്കിൽ അൻവർ തെളിവ് ഹാജരാക്കട്ടെ എന്നാണ് ഷിയാസ് പറയുന്നത്. തെളിവുണ്ടെങ്കിൽ മറുപടി നൽകാമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരാരോപണം നടത്തുന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്നും മുഹമ്മദ് ഷിയാസ് കൂട്ടിച്ചേർത്തു. ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് ഇതുവരെ ഉയർത്തിയ ഒരു കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഒരു 10 ദിവസക്കാലത്തിനിടയ്ക്ക് അദ്ദേഹം വെളിപ്പെടുത്തിയ നിരവധിയായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച്, സർക്കാരിനെ കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച്, ADGP-യെക്കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതുപോലെ തന്നെ സർക്കാരോ അതിനെ ഒന്നും ഗൗരവമായി കാണാത്തതും അദ്ദേഹം ഉയർത്തിയ ഈ വാദമുഖങ്ങളിൽ യാതൊരു തരത്തിലും നടപടികൾ ഉണ്ടാക്കാത്തതും ഒരുപക്ഷെ ഇത്തരത്തിൽ ഉയർത്തിയ കാര്യങ്ങളിലെല്ലാം ഒന്നില്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, വസ്തുതയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഗൗരവമില്ലാതിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അദ്ദേഹം ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഗൗരവമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സർക്കാരിന് മുന്നിൽ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്ക് മുന്നിൽ അത് ഗൗരവമായി അത് പ്രകടിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവർ ഗൗരവമായി എടുക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിനപ്പുറത്ത് ഈ കാര്യങ്ങളിലൊന്നും ഗൗരവമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരായി പറയുന്ന അഭിപ്രായം പറയുന്നത്. മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുകൾ എന്താണ് എന്ന് ആലോചിച്ചാൽ മതി. രാഹുൽ ഗാന്ധിയെക്കുറിച്ചും കോൺഗ്രസ് നേതാക്കന്മാരെക്കുറിച്ചും വ്യക്തിയാധിക്ഷേപം നടത്തിയ, വളരെ മോശമായി നീചമായി സംസാരിച്ച അൻവറിനെ പോലെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട സംസാരിച്ച ഈ PV അൻവർ എന്ന് പറയുന്ന ആൾ എത്ര കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്? നാട്ടിൽ ചെക്ക് കേസുള്ള ആളാണ്. സർക്കാരിന്റെ ഭൂമി കയ്യേറിയിട്ടുള്ള ആളാണ്. പ്രകൃതി ചൂഷണം നടത്തിയിട്ടുള്ള ആളാണ്. തടയണ പൊളിച്ചു കളയണമെന്ന് കോടതിയും സർക്കാരും പറഞ്ഞിട്ട് ചെയ്യാത്ത ആളാണ്. നാട്ടിൽ മുൻകാലങ്ങളിൽ കൊലപാതക ശ്രമത്തിൽ വരെ പങ്കാളിയായിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്കെതിരായി ഇന്ന് വലിയ ആരോപണം, ഞാനെന്തോ കൊട്ടേഷൻ സംഘമാണ്, ഞാൻ തോക്കുമായിട്ടാണ് ഇരിക്കുന്നത്, വാളുമായിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഈ സാധാരണ കൊച്ചു പിള്ളേര് സ്കൂളുകളിൽ പറയുന്നത് പോലെയാണ്. പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾ ഒരു ഗൗരവമില്ലാതെ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വീണുപോകാൻ ഒരു സാധ്യതയുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഗൗരവം കൊടുക്കാതിരിക്കലാണ് നല്ലത്. PV അൻവർ ഇതുവരെ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഗൗരവവും ഉണ്ടായിരുന്നെങ്കിൽ സർക്കാർ നടപടിയെടുക്കുമായിരുന്നില്ലേ? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സർക്കാർ അതിനെ ഗൗരവമായും കണ്ടിട്ടില്ല. ADGP-ക്കെതിരായി, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി ഒക്കെ കൊടുത്ത ഈ ആരോപണങ്ങൾ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ, സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, പൊതുസമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് തെളിവ് നിരത്താമല്ലോ. ആ പാർട്ടിയിൽ വിശ്വാസമില്ലെങ്കിൽ, അത്ര ഗൗരവമായി പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ പാർട്ടി വിട്ട് പുറത്തു വരാമായിരുന്നല്ലോ. ഇതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള അധിക്ഷേപം, ആർക്കെതിരെ എന്തും പറയാം. എന്തായാലും PV അൻവർ കുറയ്ക്കുള്ളൂ, കടിക്കില്ല എന്നെല്ലാവർക്കും മനസ്സിലായി. അപ്പൊ അതുകൊണ്ടൊന്നും കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയൊന്നും വെറുപ്പിക്കാൻ നോക്കണ്ട.
അവരെ വരട്ടാനും നോക്കണ്ട. ഒരാളെയും ഭീഷണിപ്പെടുത്താനോ വരട്ടാനോ. ഇപ്പൊ മുഖ്യമന്ത്രിയെ വരട്ടുന്നത് പോലെ എല്ലാ ദിവസവും പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരായി, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി, ADGPക്കെതിരായി, മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരായിട്ടല്ലേ പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരായി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി തെളിവുകളുണ്ട് എന്ന് പറയുന്ന അൻവറിന്റെ ഈ വാക്ക് കേട്ട് ചിലപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പേടിക്കുന്നുണ്ടാകും. പക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരെ, എറണാകുളത്തെ DCC പ്രസിഡന്റിനെയും വരട്ടാമെന്ന് അൻവർ കരുതണ്ട. അതിന് അൻവർ വളർന്നിട്ടുമില്ല, അതിന് അൻവർ ആളായിട്ടുമില്ല എന്ന് പറയാൻ കൂടി ഞങ്ങൾ അൻവറിനോട് പറയാൻ കൂടിയിട്ടാണ് ഞങ്ങൾ തയ്യാറാകുന്നത്. ഒരു സംശയവും വേണ്ട, അങ്ങനെയൊന്നും വരട്ടാൻ അൻവർ തയ്യാറാകണ്ട. തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ഷിയാസ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഗുണ്ടയാണെന്ന് PV അൻവർ പറഞ്ഞിരുന്നു. DCC പ്രസിഡന്റ് നെറ്റിപ്പട്ടവും ചുറ്റി ഷിയാസിനെ ഇരുത്തിയിരിക്കുകയാണെന്നും 2015 ഹോട്ടൽ പൊളിക്കാൻ കൊട്ടേഷൻ വാങ്ങിയ ആളാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഹോട്ടൽ ഒഴിഞ്ഞുകൊടുക്കാത്തതുകൊണ്ട് മെട്രോയ്ക്ക് കൈമാറാനായില്ല, മെട്രോ തൊഴിലാളികളുടെ വേഷത്തിലെത്തി ഹോട്ടലുകാരെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും അതിന് ഒത്താശ ചെയ്തത് അന്നത്തെ IG ആണെന്നും CIയെ സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്, ഷിയാസിനെ കേസിൽ പ്രതി ചേർത്തില്ല, അന്നു മുതൽ ഷിയാസിന് അജിത് കുമാറുമായി ബന്ധമുണ്ട്, തനിക്കെതിരായ കൊട്ടേഷനു പിന്നിൽ VD സതീശന്റെയും അജിത് കുമാറിന്റെയും ഗൂഢാലോചനയുണ്ടെന്നും അൻവർ ആരോപിച്ചിരുന്നു. പീഡന പരാതി പിൻവലിക്കാൻ DCC സെക്രട്ടറിയായ വനിതാ നേതാവിനെ ഭീഷണിപ്പെടുത്തിയതായും പാർട്ടി കോടതിയാണ് പീഡന പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയതെന്നും PV അൻവർ MLA ആരോപിച്ചിരുന്നു.